കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകി പത്തില കർക്കിടക ഫെസ്റ്റിന് തുടക്കമായിരിക്കുകയാണ്. എറണാകുളം കാക്കനാട് കളക്ടറേറ്റിൽ ഒരുക്കിയിട്ടുള്ള മേളയിൽ കർക്കിടക കഞ്ഞിയാണ് പ്രധാന താരം. വിവിധ തരം പായസങ്ങളും മേളയുടെ മാറ്റുകൂട്ടുന്നുണ്ട്. കുടുംബശ്രീ വനിതകളാണ് കർക്കിടക വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. കർക്കിടകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയുർവേദ മൂലകങ്ങൾ വെച്ച് ചേർത്തിട്ടുള്ള ഔഷധക്കഞ്ഞികളും പുഴുക്കുകളും അതുപോലെ തന്നെ ഉലുവ ഉണ്ട അങ്ങനെ അതിനോടൊപ്പം തന്നെ കുറച്ച് പായസങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഫെസ്റ്റാണ്. കർക്കിടകവുമായി ബന്ധപ്പെട്ടിട്ട് ആ പരമ്പരാഗത വിശ്വാസത്തിൽ ആ ഒരു തരത്തിലുള്ള തോരനും പിന്നെ നമ്മുടെ നെല്ലിക്ക ചമ്മന്തിയും ഔഷധ കൂട്ടിയിട്ടുള്ള കഞ്ഞിയുമാണ് അതിൻ്റെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. ഈ കർക്കിടക കഞ്ഞി എന്നെല്ലാം പറയുന്നത് 7 ദിവസങ്ങളില്ല. പണ്ടാണെങ്കിൽ 30 ദിവസം കഴിച്ചുകൊണ്ടുണ്ടായതാണ്. ഇപ്പോൾ 7 ദിവസമായിട്ട് ഒതുങ്ങി. ആ 7 ദിവസം ഇവിടെയുള്ള ആൾക്കാർ ഇത് കഴിക്കാൻ വേണ്ടി വരും, നല്ല അഭിപ്രായം പറയും. ഞങ്ങൾ ഇന്ന് കഴിച്ചത് കർക്കിടക കഞ്ഞിയും തോരനുമാണ്. അത് കുറച്ച് ഇലക്കറികൾ ചേർന്നതാണെന്ന് തോന്നുന്നു. നല്ല സ്വാദിഷ്ടമായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ചവർപ്പോ കയ്പോ അങ്ങനെയൊന്നുമില്ല. നല്ല സ്വാദുള്ള കഞ്ഞിയായിരുന്നു. തോരനും ചമ്മന്തിയും എല്ലാം, നെല്ലിക്കയുടെ ചമ്മന്തി എല്ലാം കൊണ്ടും വളരെ പോഷക ഗുണമുള്ളതെന്ന് തോന്നി. പിന്നെ ചട്ടി പ്ലാവലൊക്കെ ആയിട്ട് വളരെ ഒരു വൈരുദ്ധ്യമായിരുന്നൊരു സംഭവം തന്നെയായിരുന്നു. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഇങ്ങനെയൊന്നും. ഇത്രയും നല്ല ക്വാണ്ടിറ്റിയോട് നല്ല ടേസ്റ്റോട് കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യമായിട്ട് പ്രത്യേകിച്ച് ഈ മാസത്തെ കർക്കിടക ഒരു ഔഷധക്കഞ്ഞിയാണ്. നമ്മൾക്ക് പറ്റുന്ന ലെവലിലുള്ള പേയ്മെൻറ്റിൽ കിട്ടുന്നുണ്ട്. അതൊന്ന് കഴിക്കുക, അവരവരുടെ ശരീരം നന്നാക്കുക. എല്ലാം നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കർക്കിടക മാസം എല്ലാ വർഷവും ഇങ്ങനെ ഇവർ വരാറുണ്ട്. അപ്പം ഞാൻ വന്ന് 3 ദിവസമെങ്കിലും കുടിക്കാറുണ്ട്. ഭക്ഷണമെല്ലാം സൂപ്പറാണ്. നല്ല ഗ്രാമീണ ഒരു രുചിയാണ് ഇപ്പോൾ കിട്ടിയത് കുറേ വർഷങ്ങൾക്ക് ശേഷം. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. നല്ല ടേസ്റ്റുമാണ്, രുചിയും നല്ല രസമുണ്ട്. അവിചാരിതമായിട്ട് കയറിയതാണ്. ഇതൊരു ലക്കി എന്താ പറയുക ഫുഡ് എന്ന് പറയാം. മനസ്സിൽ ആഗ്രഹിച്ച കുറേ നാൾക്ക് ശേഷം കിട്ടിയൊരു ഫുഡാണ്. കർക്കിടക മാസത്തിലെ നമ്മുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർക്കിടക കഞ്ഞിയും മറ്റുമൊക്കെ ഈ കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറാക്കുന്നത്. അതിലെ ഏറ്റവും വ്യത്യസ്തമായ കാര്യം ഈ കാണുന്ന പഞ്ചനക്ഷത്ര പായസമാണ്. 5 തരം വെജിറ്റബിൾസും 5 തരം ഫ്രൂട്ട്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ആരോഗ്യത്തിനെ കൂടുതൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ എത്തി അവ രുചിച്ച് നിങ്ങൾക്ക് മടങ്ങിപ്പോകും. ആൻ്റണി ഗ്രീനർക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് തത്സമയം. ശ്യാമ, ഈ കർക്കിടക മാസമായാൽ എൻ്റെ വീട്ടിലും ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. ശരിക്കും അത് പറയുമ്പോൾ ഔഷധ കഞ്ഞിയുടെ ഒരു മണം അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പത്തില കറിയൊക്കെ ശരിക്കും വെറൈറ്റിയാണ്. അവിടുത്തെ വെറൈറ്റികൾ എന്തൊക്കെയാണ്? കർക്കിടക ഫെസ്റ്റിലെ താരങ്ങൾ എന്തൊക്കെയാണ്? കർക്കിടക മാസത്തിലാണ് നാം ഏറ്റവും കൂടുതൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകളും അത്തരത്തിലുള്ള ഭക്ഷണവും ഒക്കെ നാം കഴിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് കുടുംബശ്രീ മിഷനുമായി സഹകരിച്ചുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകർ പത്തില എന്ന പേരിൽ എറണാകുളത്തെ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ ഒരു പ്രത്യേകം കൗണ്ടറൊക്കെ തുറന്ന് അവിടെ വ്യത്യസ്ത തരം വിഭവങ്ങളോടുകൂടിയ ഭക്ഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതും ആയുർവേദ കഞ്ഞിയുണ്ട്, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള പായസമുണ്ട്, കപ്പയുണ്ട്. അങ്ങനെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ കണ്ട് മറന്ന ഒരുപാട് ഭക്ഷണങ്ങൾ ഇവിടെ കഴിക്കാൻ പറ്റുന്നു. പ്രത്യേകിച്ച് കാക്കനാട് പോലെയുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം ടൗൺ ഏരിയകളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുന്നതും വളരെ അസാധ്യകരമായ ഒരു കാര്യമാണ്. ഇതിൽ പ്രധാനമായിട്ടും വ്യത്യസ്ത തരം ചേരുവകളാണ്. 10 ഇലകളുടെ കൂട്ടുകൾ ചേർത്തുകൊണ്ടുള്ള ഒരു ഔഷധ കഞ്ഞിയുണ്ട്. അത് കർക്കിടക മാസത്തിൽ അത് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനൊക്കെ വളരെയേറെ പ്രാധാന്യമാണ് എന്നാണ് പറയുന്നത്. കൂടാതെ വ്യത്യസ്തരമായ രീതിയിലുള്ള ഒരു ഉണ്ട, ശർക്കര ഉണ്ട അത്തരത്തിൽ അതുണ്ട്. കൂടാതെ പായസത്തിൽ വ്യത്യസ്തമാകുന്നത് പഞ്ചനക്ഷത്ര പായസമാണ്. അത് പഞ്ചനക്ഷത്ര പായസം എന്ന് പറഞ്ഞാൽ 5 തരം വെജിറ്റബിൾസും 5 തരം ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെട്ട പായസം. അങ്ങനെ എല്ലാം കൊണ്ടും നാവിന് രുചിയൂറുന്ന നല്ല ഭക്ഷണങ്ങളാണ് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ. കർക്കിടക ഫെസ്റ്റിൽ